സ്വന്തം സഹോദരിയുടെ കല്യാണത്തിന് സദ്യ കഴിക്കാത്ത സഹോദരനോ? എന്നാൽ താൻ അങ്ങനെ ഒരു സഹോദരനാണ് എന്ന് പറയുകയാണ് ഗോകുൽ സുരേഷ്. സഹോദരിയുടെ കല്യാണത്തിന് താൻ സദ്യ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഗോകുലിനെ ചൊറിയാൻ കിട്ടിയ അവസരം ആഘോഷിക്കുകയാണ് ചിലർ. സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് ഗോപിയെ പോലെ തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ്. താരത്തിൻ്റെ പല പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. ഒരു മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് തൻ്റെ സഹോദരിയുടെ വിവാഹ സദ്യ താൻ കഴിച്ചിട്ടില്ല എന്ന് ഗോകുൽ പറഞ്ഞിരിക്കുന്നത്. ആളുകളുടെ മനസ്സ് നന്മയുടെ ഭാഗത്ത് തിരിഞ്ഞാൽ ആഹാരമില്ലായ്മ, മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കൽ, ഈ പ്രവണതകളിലൊക്കെ മാറ്റം വരുമെന്ന് ഗോകുൽ പറയുന്നു. സദ്യ കഴിക്കാതിരിക്കാനുള്ള കാരണമായി അദ്ദേഹം പറയുന്നതും അത് തന്നെയാണ്. ആളുകളുടെ മനസ്സ് നന്മയുടെ ഭാഗത്ത് തിരിഞ്ഞാൽ ആഹാരമില്ലായ്മ, മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കൽ, ഈ പ്രവണതകളിലൊക്കെ മാറ്റം വരും. പല രാജ്യങ്ങളിൽ കുട്ടികൾ ഭക്ഷണമില്ലാതെ മരിക്കുകയാണ്. എന്നാൽ നമ്മൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കളയുന്നു. ഞാൻ സദ്യ കഴിക്കാറില്ല. എൻ്റെ പെങ്ങളുടെ വിവാഹത്തിന് പോലും സദ്യ കഴിച്ചിട്ടില്ല. അതെൻ്റെ നിലപാടാണ്, എൻ്റെ ഒരു വട്ട്. കുറേ ഇലകളിൽ ഭക്ഷണം വേസ്റ്റാകും. അത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ലോഡ് കണക്കിന് ബിരിയാണികളും മറ്റും കുഴിയെടുത്ത് മൂടുന്നത് കണ്ടിട്ടുണ്ട് എന്ന് ഗോകുൽ പറയുന്നു. എന്നാൽ സദ്യ എന്ത് രസമാണ് കഴിക്കാൻ, അത് വേസ്റ്റ് ആക്കാതെ കഴിക്കാൻ അറിയണം എന്ന തരത്തിലുള്ള കമൻറ്റുകൾ ഗോകുലിൻ്റെ ഈ ഒരു അഭിപ്രായത്തിന് താഴെ വരുന്നുണ്ട്. ഒപ്പം നീ കഴിക്കുന്നത് ചാണകമാണോ എന്ന് ചോദിച്ച് ചിലർ ചൊറിയുന്നുമുണ്ട്. നോക്കൂ, ഗോകുൽ പറയുന്നുണ്ട്, ഇത് എൻ്റെ വട്ടാണ്, എൻ്റെ പോളിസിയാണ്, അത് മറ്റുള്ളവർക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല. സോഷ്യൽ മീഡിയയിലെ ചില പോസ്റ്റുകൾക്ക് കമൻ്റ് ഇടുന്നത് താൻ മാസാണ് എന്നൊന്നും കരുതിയല്ല എന്നും വളരെ വിഷമത്തോടെയാണ് കമൻ്റ് ഇടുന്നത് എന്നും ഗോകുൽ നേരത്തെ പറഞ്ഞിരുന്നു. അച്ഛൻ സുരേഷ് ഗോപി ഗഗനചാരി കണ്ട ശേഷം തന്നെ അഭിനന്ദിച്ചതിനെക്കുറിച്ചും ഗോകുൽ പറയുന്നുണ്ട്. അച്ഛൻ പടം കണ്ടിരുന്നു, ഫെസ്റ്റിവൽ ഔട്ടാണ് കണ്ടത്, അച്ഛന് നന്നായി ഇഷ്ടപ്പെട്ടു, ഗണേശൻ കലക്കിയെന്നാണ് പറഞ്ഞത്. യു ആർ എ ഗുഡ് ആക്ടർ എന്ന് എന്നോടും അച്ഛൻ പറഞ്ഞു. അതുപോലെ അച്ഛൻ കൊടുത്തിട്ടുള്ള ഒരു ഉപദേശത്തെക്കുറിച്ചും ഗോകുൽ പറയുന്നു. പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ചാൽ തടി വയ്ക്കും എന്നത് മാത്രമാണ്. ഒരു ഷോട്ടിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ ആകും അച്ഛൻ അഭിനയിക്കാൻ പോകുമ്പോൾ ഉപദേശം തരിക എന്നാണ് ഗോകുൽ കരുതിയിരുന്നത്. പക്ഷേ ഗോകുൽ കുറച്ച് തടിയുള്ള ആളായതുകൊണ്ടാകാം പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ചാൽ തടി വയ്ക്കും എന്ന് മാത്രം അച്ഛൻ പറഞ്ഞു എന്ന് ഗോകുൽ പറയുന്നു. ഒപ്പം ഗോകുൽ പറയുന്നുണ്ട്, പ്രൊഡക്ഷൻ ഫുഡിന് ഭയങ്കര ടേസ്റ്റാണ്. ഗഗനചാരിയുടെ സമയത്ത് ഗോകുലിന് 103 കിലോ ഉണ്ടായിരുന്നു. ഫുഡ് കളയാറില്ല, പരമാവധി കഴിക്കും, ഒട്ടും നിവൃത്തിയില്ലെങ്കിലേ കളയൂ എന്ന് ഗോകുൽ പറയുന്നു. സുരേഷ് ഗോപി അമിതമായി സോഷ്യൽ മീഡിയയിൽ ക്രൂശിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും പ്രതികരിച്ചിട്ടുള്ള ആളാണ് ഗോകുൽ. നല്ലത് ചർച്ച ചെയ്യപ്പെടുന്നത് കുറവാണ്, എന്നാൽ ചീത്ത കാര്യങ്ങളാണെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നത് കൂടുതലാണ്. എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇങ്ങനെ. രണ്ടുപേർ പിന്നിലുണ്ടെങ്കിൽ എന്തും പറയാമെന്ന ധാരണ ചിലർക്കുണ്ട്. എൻ്റെ പിറകിൽ ആരും ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാവും റിയാക്ട് ചെയ്യുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗോകുൽ പറയുന്നത് എല്ലാവരിലും നന്മയുണ്ട്. ആ നന്മയുടെ ഭാഗത്തേക്ക് നമ്മുടെ ചിന്തകളും പ്രവൃത്തിയും തിരിഞ്ഞാൽ തന്നെ എല്ലാ വിഷയങ്ങളും ശരിയാകും. ഭക്ഷണമില്ലായ്മയായാലും അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലാക്കുന്ന പ്രവണതയായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകണം. നമുക്കറിയാത്ത രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങൾ വെള്ളം കിട്ടാതെ മരിച്ചു പോകുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം ഉള്ളപ്പോഴാണ് നമ്മൾ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത്. താൻ സദ്യ കഴിക്കാത്തതിൻ്റെ കാരണമായും അത് തന്നെയാണ് ഗോകുൽ പറയുന്നത്. അത് തൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തൻ്റെ ഒരു വട്ടാണ് എന്നൊക്കെയാണ് ഗോകുൽ പറഞ്ഞിരിക്കുന്നത്. എത്ര നല്ല സദ്യയാണെങ്കിലും ഇലകളിൽ ഭക്ഷണം വേസ്റ്റായി ബാക്കി വരും എന്നാണ് ഗോകുൽ പറയുന്നത്. ഫ്രണ്ട്സിൻ്റെ ഫാമിലിയിലെ വിവാഹങ്ങൾക്കൊക്കെ പോകുമ്പോൾ ബിരിയാണിയൊക്കെ ലോഡ് കണക്കിനാണ് കുഴിയിൽ കൊണ്ട് തട്ടുന്നത്. അത് കാണുമ്പോൾ തനിക്ക് വേദന തോന്നും. ആ കുഴിയിലേക്ക് കൂടെ എടുത്ത് ചാടാനൊക്കെ തോന്നും. നന്മ എന്ന് പറയുന്ന സാധനം അത് എല്ലാവരുടെ മനസ്സിലേക്കും വരണം, എല്ലാവരുടെയും ബേസിക് നേച്ചറിലുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ തന്നെ കാര്യങ്ങൾ മാറും, പ്രശ്നങ്ങൾ ഇല്ലാതാകും എന്നാണ് ഗോകുൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമാസ്.